ചെയ്യുന്നു. ദശാംശം കർത്താവിന് കൊടുക്കുന്നവനെ കർത്താവ് അനുഗ്രഹിക്കുമെന്ന് മലാഖ്യ പ്രവാചകനിലൂടെ ദൈവം അരുളിച്ചെയ്യുന്നു. ദശാംശം ദൈവത്തിനുള്ളതാണ് എന്ന് ലേവ്യരുടെ പുസ്തകത്തിലൂടെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ആടുമാടുകളുടെ ഇടന്റെ അധീനതയുള്ള എല്ലാത്തിന്റെയും 10-1 ദൈവത്തിനുള്ളതാണ്. 10 രൂപ കിട്ടിയാൽ 1 രൂപ ഈശോയ്ക്കുള്ളതാണ്. അത് ഈശോയ്ക്ക് കൊടുക്കാൻ. സീസറിനുള്ളതും സീസറിന് ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണമെന്ന് യേശു പഠിപ്പിച്ചു. നികുതി കൊടുക്കാനുള്ളത് നികുതിയായിട്ട് കൊടുക്കണം. നികുതി എടുത്ത യേശുവിനുള്ള ദൈവത്തിനുള്ളത് നികുതിയായിട്ട് കൊടുക്കരുത്. നികുതിയായിട്ടും ദൈവത്തിനുമായിട്ടും മാറ്റിവെച്ചു കൊടുക്കുവാൻ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തി. തമ്പുരാന്റെ തിരുസന്നദ്ധിയിലേക്ക്, ദൈവകരങ്ങളിലേക്ക്, യേശുവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഈ സമ്പത്തിനെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതം നമ്മൾ ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കുക. ഈശോയെ, നിന്റെ മഹത്വത്തോടെ വെളിപ്പെടുത്തേ എന്ന് പ്രാർത്ഥിക്കുക. നിന്റെ കാരുണ്യം സാമ്പത്തിക മേഖലയിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അഭിഷേകം സാമ്പത്തിക മേഖലയിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. രോഗങ്ങളും പീഡകളും തകർച്ചകളും ദാരിദ്ര്യങ്ങളും പട്ടിണിയെല്ലാം നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് പടിയിറങ്ങട്ടെ. കർത്താവിന്റെ മഹത്വം, ദൈവത്തിന്റെ അനുഗ്രഹം, കലവറ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ സമ്പത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അത് കടന്നു വരുവാൻ തടസ്സം നിൽക്കുന്ന നമ്മുടെ ഹൃദയതലങ്ങളിലെ ദ്രവ്യാസക്തി ഹൃദയത്തിൽ നിന്ന് അകന്നു മാറി ദൈവത്തിന്റെ മഹത്വം പ്രവേശിക്കപ്പെടുവാൻ തക്കവിധം ദ്രവ്യാസക്തിയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ദ്രവ്യാസക്തി മൂലം തമ്പുരാന് കൊടുക്കാനുള്ളത് കൊടുക്കാതിരുന്ന നിമിഷങ്ങളെ ഓർത്ത് തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് മാപ്പ് ചോദിക്കാം. ഈശോയെ, ദശാംശം കൊടുക്കാതെ ദേവാലയവും ദൈവിക ശുശ്രൂഷകളും ഒന്നും തന്നെ പൂർത്തീകരിക്കപ്പെടത്തില്ല. ദൈവത്തിന്റെ ആലയവും ദൈവത്തിന്റെ ശുശ്രൂഷകളെ മനോഹരമാക്കണമെങ്കിൽ സമ്പത്ത് ദൈവത്തിന് ആവശ്യമാണ്. ദൈവമക്ക് വിശ്വസ്തരായ മക്കളിലേക്ക് സമ്പത്ത് കൊടുത്തുകൊണ്ട് ആ സമ്പത്തിന്റെ ഒരു വിഹിതം ആഗ്രഹിക്കുന്ന തമ്പുരാന് നമ്മൾ ആ സമ്പത്ത് കൊടുക്കുന്നില്ല. മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുകയാണെന്ന് മലാഖ്യ പ്രവാചകനിലൂടെ 3-ാം അധ്യായത്തിലൂടെ ദൈവം പറയും, ഞാൻ കൊടുത്ത സമ്പത്തിന്റെ ഒരു വിഹിതം എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തേ, പക്ഷെ അവരെന്നെ കൊള്ള ചെയ്ത് അവർ ആ സമ്പത്ത് ഉപയോഗിക്കുക. അതുകൊണ്ട് അവർ അഭിശപ്തരാണ്. ദശാംശം എന്റെ കലവറയിലേക്ക് കൊണ്ടുവരുവാൻ മലാഖ്യയിലൂടെ ദൈവം പറയുക. നമുക്ക് നിമിഷങ്ങളിൽ ദശാംശം കൊടുക്കാത്ത പോയ നിമിഷങ്ങളെ ഓർത്ത് നമ്മുടെ കാരണവന്മാര്, പിതാക്കന്മാര് ദശാംശം കൊടുക്കാത്ത അവസ്ഥകളൊക്കെ നമുക്ക് ഓർത്ത് ഈശോയുടെ സന്നിധിയിൽ മാപ്പ് ചോദിക്കാം. ദേവാലയം, പിതാവിന്റെ ആലയം തകർന്നു കിടക്കുമ്പോൾ നിങ്ങൾക്കിങ്ങനെ മച്ചിട്ട മനോഹരമായ ഭവനങ്ങളിൽ കിടന്നുറങ്ങാനുള്ളതാണോ? ഗായിലൂടെ ദൈവം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏറെ തേടി ലഭിച്ച അല്പം മാത്രം നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഞാനത് ഊതിപ്പറത്തി. എന്തുകൊണ്ട്? സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുക. നിങ്ങളുടെ ഭവനത്തെ പ്രതിയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രതിയൊക്കെ വ്യഗ്രത കാട്ടുമ്പോൾ എന്റെ ഭവനം തകർന്നു കിടക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് ആകാശം നിങ്ങൾക്ക് വേണ്ടി മഞ്ഞ് പെയ്യ്ക്കുന്നില്ല, കൃഷിയിടങ്ങളിൽ നിങ്ങൾക്ക് ഫലം കിട്ടുന്നില്ല. കർത്താവ് പറയുക, ഈശോയെ, അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങള് കർത്താവ് തന്നിരിക്കുന്ന ദാനത്തുമായി തന്നിരിക്കുന്ന സമ്പത്തിന്റെ ഒരു വിഹിതം 10% കർത്താവിന്റെ സന്നിധിയിൽ, ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള വലിയ കൃപയോ അഭിഷേകവും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി വലിയ അഭിഷേകത്തിനായിട്ട് 7 ഇരട്ടിയായി തിരികെ തരുന്ന തമ്പുരാന്റെ കാരുണ്യത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധി സമർപ്പിക്കുവാനുള്ള വലിയ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സമ്പത്തിനെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, സാമ്പത്തിക മേഖലയെ സമർപ്പിച്ചുകൊണ്ട്, ആ മേഖലയെല്ലാം വിശ്വസ്തരായിക്കൊള്ളാമെന്ന് ദൈവസന്നിധി വാഗ്ദാനം ചെയ്തുകൊണ്ട് ദൈവത്തിന് കൊടുക്കുവാൻ സമ്മതമായിക്കൊണ്ട്, സന്നദ്ധമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, നമുക്കുള്ളതിനെല്ലാം സമർപ്പിച്ചുകൊണ്ട് തമ്പുരാന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? കാരുണ്യത്തിനായിട്ട് വിളിക്കാമോ? നമ്മുടെ സമ്പത്തിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അനുഗ്രഹമാകും
അനുഗ്രഹമാകും. യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. കരങ്ങളടിച്ച് ചേർന്ന് പാടാം. അനുഗ്രഹമാകും, ഞാൻ അനുഗ്രഹമാകും. യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. ജയമെനിക്കുണ്ട്, തോൽവി എനിക്കില്ല. പരിശുദ്ധ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. ജയമെനിക്കുണ്ട്, തോൽവി എനിക്കില്ല. പരിശുദ്ധ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. അനുഗ്രഹമാകും, ഞാൻ അനുഗ്രഹമാകും. യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. കരങ്ങൾ ഉയർത്തി അടിച്ചു പാടാം. കാണാത്ത കണ്ണുകൾ കണ്ടിടട്ടെ, പാടാത്ത നാവുകൾ പാടിടട്ടെ. കാണാത്ത കണ്ണുകൾ കണ്ടിടട്ടെ, പാടാത്ത നാവുകൾ പാടിടട്ടെ. പ്രത്യാശയോടെ കണ്ണുകൾ കാണുന്നു, യേശുനാഥൻ ഉയർത്തിടുന്നു. പ്രത്യാശയോടെ കണ്ണുകൾ കാണുന്നു, യേശുനാഥൻ ഉയർത്തിടുന്നു. അനുഗ്രഹമാകും, ഞാൻ അനുഗ്രഹമാകും. യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. തീച്ചുളയെന്നെ തൊടുകയില്ല, ഇരച്ചിടും വെള്ളമെന്നെ മൂടുകില്ല. തീച്ചുളയെന്നെ തൊടുകയില്ല, ഇരച്ചിടും വെള്ളമെന്നെ മൂടുകില്ല. എനിക്കു മുൻപേ കടന്നുപോയവൻ പാതകളെനിക്കായി തെളിച്ചിടുന്നു. എനിക്കു മുൻപേ കടന്നുപോയവൻ പാതകളെനിക്കായി തെളിച്ചിടുന്നു. അനുഗ്രഹമാകും, ഞാൻ അനുഗ്രഹമാകും. യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. യേശുവെനിക്കുണ്ട്, എൻ കൂടെ അവനുണ്ട്. അത്ഭുതനാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. ഭയമെനിക്കില്ല, നിരാശ എനിക്കില്ല. പ്രത്യാശയോടെ ദൈവത്തെ ഞാൻ തുതിച്ചിടുമേ. അനുഗ്രഹമാകും, ഞാൻ അനുഗ്രഹമാകും. യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. ദൈവസന്നിധി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ പുരോഹിതൻ ദൈവജനത്തെ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുക. ഈ സമയങ്ങളിൽ വലിയ അഭിഷേകം വ്യാപരിക്കപ്പെടുന്ന സമയമാണ്. വിശുദ്ധന് കൊടുത്തിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, പരിശുദ്ധ ജലത്തിലൂടെ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി, വെള്ളത്തിന്റെ മീതെ ചലിച്ച ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കപ്പെടുകയാണ്. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കരമുയർത്തി സ്വരമുയർത്തി കർത്താവിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവിടുന്ന് പ്രചോദനം തരികയാണ്. സ്തുതിക്കുവാൻ ദൈവത്തിൽ നിന്നാണ് പ്രചോദനം ലഭിക്കുന്നത്. പാപിക്ക് സ്തോത്രഗീതം ഇണങ്ങുന്നില്ല, കാരണം അവൻ ദൈവത്തിന്റെ പ്രചോദനം അവന് ലഭിക്കുന്നില്ല. സ്തുതിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവാണ് ശക്തി തരുന്നത്, അതിന് പ്രചോദനം തരുന്നത് ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ വ്യാപരിക്കണേ, വ്യാപരിക്കണേ, വ്യാപരിക്കണേ. ശക്തി വ്യാപരിക്കട്ടെ, 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 വ്യാപരിക്കട്ടെ. അഭിഷേകം വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ.
സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് മുട്ടുമേലായിരിക്കാം. ദിവ്യകാരുണ്യ യേശു നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. രാജാതിരാജനായ യേശുനാഥൻ ഇതാ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരിക. അപ്പത്തിന്റെ രൂപത്തില് മറഞ്ഞിരിക്കുന്ന ദൈവം